ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഏത്തപ്പഴം പായസമാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഏത്തപ്പഴം, നെയ്യ്, പാല്, ശർക്കര, മുന്തിരിങ്ങ, കാഷ്യൂനട്ട്, ഏലയ്ക്ക. ഞാൻ എടുത്തിരിക്കുന്നത് 3 ഏത്തപ്പഴമാണ്. ഇത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം. അതിനുശേഷം ശർക്കര മെൽറ്റാക്കി എടുക്കാം. ഞാൻ ശർക്കര അരിച്ചാണ് എടുത്തിരിക്കുന്നത്. ചൂടായ പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴം നന്നായി ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു ചെറിയ ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ബ്രൗൺ നിറമായതിന് ശേഷം നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. നന്നായി ഇളക്കി കൊടുക്കുക. വേറൊരു പാത്രത്തിൽ നമുക്ക് നെയ്യ് ചൂടാക്കി കാഷ്യൂനട്ടും മുന്തിരിയും വറുത്തെടുക്കാം. കാഷ്യൂനട്ട് ബ്രൗൺ നിറമാവുന്നിടം വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം മുന്തിരിയും ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങ നന്നായി വീർത്ത് വരുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അങ്ങനെ മുന്തിരിയും കാഷ്യൂനട്ടും നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിന് ശേഷം നമ്മുടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന പായസത്തിലേക്ക് ശർക്കര മെൽറ്റാക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 150 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നല്ല മധുരമുള്ള ഏത്തപ്പഴമാണെങ്കിൽ 100 ഗ്രാം ശർക്കര മതിയാവും. ഒത്തിരി അങ്ങ് പഴുത്തു പോകാത്ത ഏത്തപ്പഴമോ പായസത്തിന് നല്ലത്. ഒരുവിധം പഴുത്ത ഏത്തപ്പഴമാണ് നല്ലത്. ഇതിലേക്ക് ഏലയ്ക്ക പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും മുന്തിരി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പായസം റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.